നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക മലയാളത്തിൽ നിന്ന് നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാനാണ്. ചില നേരത്ത് അത് യൂസ്ഫുൾ ആയിരിക്കും, പക്ഷെ ചില നേരത്ത് ഗൈസ് നല്ല അബദ്ധമായിരിക്കും. അത് ഞാനൊരു എക്സാമ്പിൾ തരാം. ഹൗ ഡിഡ് യു ഫൈൻഡ് ദ മൂവി? ഇതിപ്പോൾ നമ്മൾ ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? നീ ഈ മൂവി എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിക്കും? ഇല്ല. അപ്പോൾ അതിൻ്റെ എക്സാക്ട് മീനിങ് എന്താ ഇംഗ്ലീഷിൽ വരിക? അതായത് വാട്ട് ഡു യു തിങ്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് നിനക്ക് ഈ മൂവി കണ്ടിട്ട് എന്ത് തോന്നി എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡിഡ് യു ഫൈൻഡ് ദ മൂവി? വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹൗ ഡു യു ഫൈൻഡ് യുവർ ന്യൂ ജോബ്? അതായത് ഒരു പുതിയ ജോലിക്ക് കയറിയപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് ഹൗ ഡു യു ഫൈൻഡ് യുവർ ന്യൂ ജോബ്? അതും എന്താണ് ഉദ്ദേശിക്കുന്നത്? നിനക്ക് ആ ജോലിയിൽ കയറിയിട്ട് എന്ത് തോന്നി, അല്ലെങ്കിൽ അതിനുള്ളൊരു എക്സ്പീരിയൻസ് എന്താണ്, നല്ലതാണോ മോശമാണോ, അതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അതായത് ഒപ്പീനിയൻ ചോദിക്കുകയാണ്. ഹൗ ഡു യു ഫൈൻഡ് യുവർ ന്യൂ ജോബ്? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫൈൻഡ് എന്നുള്ളത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനല്ല, മറിച്ച് അഭിപ്രായം ചോദിക്കാനാണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഓക്കെ, എൻ്റെ പ്രസൻറ്റേഷൻ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ പ്രസൻറ്റേഷൻ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത് ഫൈൻഡ് വെച്ചിട്ട് എങ്ങനെയാണ് പറയാന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് വഴി നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പം തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. English House. English at your fingertips.